ഞങ്ങള് അംസവൈദ്യരെ പതിയെ ഞങ്ങളില്ലേ ഗതികേടുകൊണ്ട് ഞങ്ങള് നിർത്തി. കാരണം പർശോനെ ഞങ്ങളെ പയ്യെ എന്ത് ഇതിന് മുന്നത്തെ ഉപ്പാനൊന്നും ആക്കി തന്നെങ്കിൽ അത് മതി. കാരണം എന്താ പറയാ, ഞമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മളെ ഉമ്മാക്ക് ഉപ്പാക്ക് എന്തെങ്കിലും പറ്റിയാണ്ടല്ലോ കഴിഞ്ഞു. എന്താ സമയ പരിപാടി? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ കണ്ടിട്ടില്ല വീഡിയോ എടുക്കണത്. വീഡിയോ എടുക്കണം പറഞ്ഞേ. വീഡിയോ ഒക്കെ ഒന്നും ഇടാൻ പറ്റണില്ല. ഓരോ കേസും കാര്യൊക്കെ ആയി. എന്ത് കേസ് ചോദിച്ചപ്പോ എന്ത് കേസ് ചോദിച്ചു? ഇപ്പൊ അതായത് ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെ ചെയ്യുന്നത് ചെറിയ പുല്ലോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ പാടൊരു ജഗ പോകുകയാണ്. അതിലിങ്ങനെ വണ്ടി പാടിട്ട് നമുക്ക് ഒന്നിനും എന്താ പറയാ ഇന്നോ സത്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നോണ്ടാണ് അതെ നേരെ പോണതില്ല. അറിയില്ലേ അപ്പൊ നമ്മളിപ്പോ ഇവിടെ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. താളിപ്പിന് എന്താ പറയാ താളിപ്പുണ്ട്. അലിയാക്ക നല്ല മീൻതല ഉണ്ടെന്നിങ്ങനെ മീൻതല താളിപ്പ് കുറെ ആൾക്കാർക്ക് അറിയില്ല. കണ്ണൂരാർക്കും ഇതെന്താ ഇല ഇട്ട് ഇതാക്കി എന്തത് സാധനം എന്നൊക്കെ ഞാൻ നാളെ കാട്ടിയപ്പോ ചോദിച്ചിരുന്നു. കണ്ണൂരാർക്കൊന്നും അറിയണ്ടാവൂല. കഞ്ഞിന്റെ താഴ്ച നല്ല പുറത്തുകാർക്ക് പെടച്ചക്ക് ഇതില്ലാതെ പറ്റൂല. ഇമ്മ താളിപ്പിന്റെ ആളാട്ടോ. അതാണ് അടി എടുത്താ അതെന്നെ പോലെ ഇവിടെ തോന്നുന്ന താളിപ്പ് വേണം. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള് പെരിയത്തെ വർത്താനം എന്തൊക്കെയാന്ന് വെച്ചാല് ഇന്നലെ ഞങ്ങളിപ്പോ ഞാനൊക്കെ ഇന്നലെ പറയേനി. ഇപ്പൊ എറണാടിപ്പോ തറവാടേ അവിടെ പറഞ്ഞോ. അപ്പം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ ആ ഊണില്. അപ്പൊ ഊണിയില് ആ തല നല്ല ഇങ്ങനെ തല്ലി ഊണോണ്ട് ഇപ്പൊക്കെ എന്തായി കടത്തേനി. അപ്പൊ വേറെ കുഴപ്പമോ കാര്യമൊന്നുമില്ല. അങ്ങനെ ഛർദിയോ കാര്യമൊന്നുമില്ല. പിന്നെ ശ്വാസം വലിയില് ബുദ്ധിമുട്ട്, അതേപോലെ പിന്നെന്താ അങ്ങനെ ഇതായോണ്ട് ഇപ്പൊ പേടിച്ചിരിക്കണേ. അതിലിപ്പ പേടിച്ചില് ഇപ്പൊ പിന്നെ നീച്ചാതായി. അപ്പൊ ഉപ്പാക്ക് തടിയേറ്റ് കഴിയാതായി 2 ദിവസം. അപ്പൊ നമ്മള് വിചാരിച്ചു വീണതല്ലേ, അപ്പം അങ്ങനെ അടങ്ങാതാക്കി നീപ്പിച്ചെന്ന് വിചാരിച്ചു നമ്മളെന്താട്ടി കറക്കണോടത്തൊക്കെ തിന്നാനും ഇരിക്കാനും അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് നടത്താതായി. മൂത്രയിച്ചാനും പാത്രവും കാര്യമൊക്കെ വെച്ചു കൊടുത്ത് അങ്ങനെ നടത്താതായില് പിന്നെ 2 ദിവസം അങ്ങനെ കടന്നു. അപ്പൊ ഞാൻ വരുമ്പോഴും ഞാൻ ഇവിടെ പണി എടുത്തിട്ട് ഞാൻ അവിടുത്തെ പണി സത്തൊക്കെ എടുക്കും. ഒരു 10-11 മണിയാകുമ്പോ ഇവിടെ എത്തണം. അപ്പൊ അവിടെ രാവിലെ നെയ്ച്ച് അടിച്ചോര് തിരുമ്പി ചായയും കടിയും തിരുമ്പി 2 പാടെ കഴിച്ച് 11 മണിയാകുമ്പത്തിന് അല്ലെങ്കിൽ 10 ആവുമ്പോൾ ഞാൻ ഇവിടെ എത്തുന്നു. അതേമാതിരി തന്നെ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിക്കണം. അവിടെ എല്ലാം കഴിക്കല കണ്ട വരെ തിരുമ്പി തോരിട്ട് പോകുന്നു. അപ്പൊ എന്താ വെച്ചാല് ഇമ്മാക്ക് ഇപ്പാനി നോക്കണം, ഓളി നോക്കണം ഇടങ്ങാറാണ് കയ്യില്. കാരണം ഇപ്പാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പ 2 ദിവസം കടന്നുകൊണ്ട് ഇപ്പൊക്ക് കുടുത്തം മുട്ടു നീച്ച് നടക്ക. ഞങ്ങൾ അന്ന് മുട്ട്. കാരണം ഇന്നലെ മരുന്നിന് തന്നെ ചെറിയാപ്പു, ഓള്, ഇമ്മ, കുഞ്ഞാന് ആശുപത്രിയിൽ എത്ര താങ്ങാനോ. ഞങ്ങളോട് പിന്നെ അതേമാതിരി ആരൊക്കെ ഇന്നലെ വന്ന് വർത്താനം പറഞ്ഞേ. പക്ഷെ നമ്മള് ചിരിച്ചിട്ടുണ്ട് എന്തൊക്കെ പറയുന്നു. പക്ഷെ നമ്മള് മൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഓക്കെ അല്ലേ. അപ്പൊ ആരോടൊക്കെ മുണ്ടി നമ്മളാ ടെൻഷനിലാണ്. ആരൊക്കെ നമ്മളെ നോക്കണ്ട് എടുത്തുകൂടെ പിന്നെ അവിടുന്ന് കുറെ ആൾക്കാർ. പക്ഷെ നമ്മള് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുള്ളിൽ ഞങ്ങളെ മൈൻഡില് വേറെ. ഇന്നലെ രാവിലെ നമ്മള് കരഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ ഞങ്ങൾ ഇന്നലെ രാവിലെ നീച്ചത്. ഞാനും ഉമ്മയും വെള്ളം വിളിച്ചത്. ഞാനവിടെ എന്ത് പറയുകയാണെങ്കിൽ ഓരോ ദിവസം ഞങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ പഠിച്ചോനെ ഞാനും ഉമ്മ ഇന്നലെ വണ്ടി പോയപ്പോ വന്നത് 2015 ഞങ്ങൾ പറിച്ചു വന്നറിയാ. എന്താ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് നീച്ചാൻ നേരല്ലോ ഒരടങ്ങറും കാര്യമായിട്ട് 2016 പഠിച്ചോനെ. വേറെ തോനെങ്ങനെ ഇത് വേണമെന്നോ പൈസ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പാന്റെ അസുഖമൊക്കെ മാറി നല്ല ചെയ്ത് ആശുപത്രി. ഈ അവസ്ഥ കണ്ടപ്പോ ഞമ്മക്ക് തോന്നിപ്പാന്റെ ഇതിന്റെ മുന്നത്തെ അവസ്ഥ ആയാ മതി. ഇനി ആ വെജായില്ലൊരു അവസ്ഥ ഇതായാലും മതി. കാരണം ഇപ്പൊ ഒന്ന് കുറച്ച് നടക്കുകയെങ്കിലും ചെയ്തിന്. ഇന്നലെയാണ് ഇപ്പാക്ക് തീരെ, ഇന്നലെയല്ല മിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഇപ്പാക്ക് തീരെ എന്താ പറയാ നടക്കാൻ തീരെ കഴിയാതായി. ഇപ്പാനെ വെച്ചിട്ട് ഇപ്പാനെങ്ങനെ പുടിച്ചാണെങ്കിൽ അവിടെ നല്ല തല്ലൂടലാട്ടോ. രണ്ടാളും കളിയത്. ഇപ്പാനെ നമ്മള് പുടിച്ചാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ നിക്കണില്ല. ഇപ്പൊ നിക്കാന്ന് വെച്ചാല് ഇപ്പൊ ചെറിയാപ്പ് ഇവിടെ കുടിച്ചാണ്, ഉമ്മ ഇവിടെ കുടിച്ചാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ
ഇപ്പാനെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പ ബേക്ക് മലക്കുക, പിന്നെ ഇരുത്തി കഴിഞ്ഞാല് കട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ബേക്ക് മലക്കുക. ആ ബാലൻസ് പുറത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ മുന്നേക്ക് ഒന്നുമില്ല, വെറുതെ പോകുക. അപ്പൊ ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഇത് പോയിക്കണ്. അതില് പിന്നെ അന്ന് അങ്ങനെ കഴിഞ്ഞ അന്ന് ENT ഡോക്ടർ ഇല്ല. അതില് പിന്നെ പിറ്റേന്ന് ഞാന് പെരിയിൽ അവിടെ ഉമ്മല്ലേനി, ഞാന് ചെറിയ പുള്ളേനി, ഉമ്മമാരുടെ പേര് പോയതേനി. അപ്പൊ ഞാനൊരു 6:30 അടുക്കളയിൽ കയറിയേക്കണ്. അപ്പൊ ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണല്ലോ. അപ്പൊ കടന്നിട്ട് രാവിലെ നീച്ച് കടന്നിട്ട് പിന്നെ കടത്തൊന്നും മുറുകണില്ല. കുറച്ചേരൊക്കെ കടക്കണം എന്ന് വിചാരിച്ചിന്, തണുപ്പും കാര്യമൊക്കെ ആയതുകൊണ്ട്. പക്ഷെ കടത്ത മുറുകണില്ല. അതിന് ഞാൻ രാവിലെ നീച്ച് വേഗം ചായയും കടിയൊക്കെ കഴിക്കണ്. ചായ കുടിച്ചാനുള്ളൂ. ഒരു 7 മണി ആയപ്പത്തിന് കടിയും കറിയൊക്കെ കഴിക്കണ്. അതില് സിഫിനെ വിളിച്ചിട്ടുണ്ട്. ഒരു 7 മണി ആയപ്പോ പെരുന്നലോളിട്ടോ. എന്റെ അവസ്ഥകൾ മനസ്സിലാക്കണം. അവിടെയാണ്. പക്ഷെ നമുക്ക് എത്ര എടുത്താണ്. പക്ഷെ ആ സാഹചര്യത്തിൽ ഈ വണ്ടി എത്ര പഠിപ്പിച്ചിട്ടാലും കജ്ജുങ്ങാലും കൊയ്യ ആദ്യം ഉറങ്ങണ ആദൂരൊക്കെ എടുത്ത് വണ്ടിമ്മ എടുത്ത് കൊണ്ടുവന്നിട്ട് ഓള് പെരുന്നലോളി. പിന്നെ വിളിച്ച് പറഞ്ഞ് എടി ഇപ്പാനെ നമുക്ക് കൊണ്ടുപോയാലോ ചോദിച്ച്. അതിലെന്തടി ചോദിച്ചു. ഇപ്പാക്ക് വെജ്ജ, ഇപ്പാനെ കൊണ്ടുപോയാലോ. ഇപ്പാക്ക് മൂത്രത്തെ പൈപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്, മൂത്രം പോയിരുന്നു. അതില് ഞാൻ പോട്ടപ്പോ ഉമ്മയും കാര്യം എന്താന്ന് അറിയില്ല, ഇപ്പൊ എങ്ങനെയാണ് രണ്ടാളും കാര്യം പെരും കരച്ച്. അതിലിന്റെ കജ്ജുങ്ങാലൊക്കെ കൊയഞ്ഞ് ചെറിയാപ്പൂനൊക്കെ നീപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പാനെ കൊണ്ടുപോയാലോ. ഓലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് നീച്ച് പോയോക്കാന്ന്. അതില് വേഗം അവിടുന്ന് വണ്ടി പോന്നേല് ഇപ്പാനെ നടത്തിയപ്പോ ഇപ്പാക്ക് നടക്കാൻ വെച്ച. ഞങ്ങളൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ, പഠിച്ചോനെ ഞങ്ങള് കണ്ണു മുന്നിന്ന് ആ ഒരു ദിവസം നേരെ ഞങ്ങള് കണ്ടിക്കണം. ഇവിടെ വന്നപ്പോ ഇപ്പാക്ക് തീരെ വെച്ച. അതിലങ്ങനെ ആയി, നടക്കാൻ കഴിയാതെ ആയി. ഇന്നലെ ഇപ്പൊ വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഇപ്പൊ കാറിൽ കയറ്റി ഞങ്ങൾ പറയണില്ലേ ഇപ്പാന്റെ തടി എന്ന് പറയുന്നത് അത്ര ബലല്ല തടിയാണ്. നേരെ മറിച്ചിപ്പോ സിഫ്നാനും ഉമ്മാനും ആണെങ്കില് ചെറിയാപ്പു അലിയാക്ക് ആരെയും ഞങ്ങൾ 4 ആൾ കൂടിയാ പൊന്നും. ഇത് ചെറിയാപ്പു ഉപ്പാനെ പിടിച്ചിട്ട് ചെറിയാപ്പൂന്റെ കൂടെ നെട്ടി അലിയാക്ക് എടുത്തിട്ട് എല്ലാരും പാടെ പൊന്തിച്ചിട്ട് ഇപ്പാനങ്ങണില്ല. ചെറിയാപ്പ ആയിക്കോട്ടെ. അലിയാക്ക പണി കഴിഞ്ഞ് പാനി കുളിച്ച് വന്നിക്കാണ് ആശുപത്രിക്ക് വന്ന്. കാരണം ഇപ്പാനായിട്ട് കഴിയണില്ല. കാറ് കയറ്റിയൊക്കെ ഒരു അതാവ് പഠിച്ചോനെ. ഇപ്പാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പാക്ക് ഒരാൾ ഇപ്പൊ ഈ നൃത്തം നിൽക്കുകയാണ്. ഇപ്പാനെ വലിച്ചിങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ ഈ നൃത്തം നിന്ന് കാലിങ്ങനെ ഒരതി പോകുക എന്നല്ലാതെ ഇപ്പൊ നടക്കണില്ല. അങ്ങനെയൊക്കെ ഒരു ഘട്ടകാലം കുറിച്ച ദിവസേന ഇങ്ങനെ മറക്കൂലട്ടോ. കാരണം ഞമ്മക്ക് അത് കണ്ടപ്പോ പഠിച്ചോനെ ഞങ്ങളെ പയ്യെ ഇതിന് മുന്നത്തെ ഉപ്പാനെ നാക്കി തന്നെങ്കിൽ അത് മതിയാ അത് മതി. കാരണം എന്താ പറയാ, ഞമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മളെ ഉപ്പാക്ക് എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ കഴിഞ്ഞു. കരിയാന്നല്ലാതെ നമുക്ക് വേറൊന്നും ഇതാക്കാൻ പറ്റൂല. അപ്പൊ നമ്മളോട് പഠിച്ചോനോട് തോന്നി പഠിച്ചോനെ എത്രയോ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ പഠിച്ചോനെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇടങ്ങേറ് വന്നു. ഏതായാലും ഇപ്പൊ അതല്ലേ ഇപ്പൊ എന്താ അറിയോ, പല്ല് കടിച്ചു കുടിച്ചിട്ടേ ആ ഒരു കടിച്ചു കൊയിഞ്ഞാടി. കാരണം തേർന്ന് അങ്ങനെ ഒരു തല്ലല്ലേ ഇപ്പൊ പേടിച്ചിട്ട് നമ്മളായാലും ഈ പല്ല് കടിച്ചിട്ട് 2 ദിവസം ഇപ്പാന്റെ പല്ല് ഇങ്ങനെയാണ്. അപ്പം കാറ് കയറിയാലും ഛർദിച്ചുണ്ട്. അപ്പൊ എന്താ അപ്പൊ ഞങ്ങളൊരു അവസ്ഥകൾ ആലോചിച്ചോക്കണേ. എറനാട് ഡോക്ടറിനോട് ഞങ്ങൾ വിളിച്ചു ഇങ്ങനെ പോവല് ഇങ്ങനെ കൊയിഞ്ഞാടിയിട്ട് കുറെ ആൾക്കാരിട്ടടി ഇപ്പാനെ വണ്ടി ഉള്ളിൽ കയറ്റിച്ചു. അതിന്റെ ഉള്ളിൽ കയറ്റിച്ച് വീൽചെയറൊക്കെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കൂടി തരാന്ന ആൾക്കാരൊക്കെ പിടിച്ചു കൂടി അങ്ങനെ ഇറക്കി. മരുന്ന് കൊടുത്തപ്പോ ചെറിയൊരു മാറ്റുണ്ട്. ഡോക്ടർ എന്താട്ടി ഒരു സ്പൂൺ പോലെ സാധനം ഇപ്പൊ തൊള്ളെടുക്കണില്ല. ഇങ്ങനെ തുറന്നേലാകുമ്പോ മാസയിലൊക്കെ ടൈറ്റ് ചെയ്യിക്കണേ. നമുക്ക് അയ്യാലൊരു മരുന്നരാറിനൊക്കെ കൊടുത്തേക്കാണ്. എന്നാലും ഇപ്പൊ ഇന്നലെയൊക്കെ എന്നിട്ട് ഉമ്മ ഗുളിക കൊടുത്ത് എങ്ങനെയാന്ന് അറിയാം. നിങ്ങള് ചെറിയ കുട്ടികൾക്ക് ഈ വയമ്പും കായും എഴുതി കൊടുക്കൂലേ, ഗുളിക കൊടുക്കണ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇട്ടിക്കാണ്. ഇപ്പൊ തിന്നണില്ല. ഇപ്പാക്കല്ല ചെറിയ അരിയാണത്. ഞങ്ങൾ എന്നിട്ട് ഇപ്പാക്ക് എന്താ പറയാ, ഞങ്ങള് വൈദ്യരെ പഥ്യം ഞങ്ങളില്ലേ ഗതികേടുകൊണ്ട് ഞങ്ങള് നിർത്തി. കാരണം സീനൊക്കെ വിളിച്ച് ചീത്ത അറിയണ എന്തെങ്കിലും തിന്നാതായി ഗ്യാസും ഇന്നലെ ഞങ്ങളിപ്പോ തോനിറച്ചി മീനാവും നല്ലിട്ട് കൊടുത്തു അറിയണ പത്തി അരിയില് പറ്റൂല. കാരണം ഇപ്പാക്ക് ചോറായാലും നൂൽപുട്ടായാലും പുട്ടോ തിന്നാൻ പറ്റിയ അവസ്ഥയല്ല ഇപ്പാക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരാള് തുറന്ന് ചാച്ചെങ്കിലല്ലേ എന്തേലും പോകുള്ളൂ. എന്നിട്ട് കൊയങ്ങൊക്കെ ഞങ്ങള് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്തേനി. കഞ്ഞിവെള്ളം കൊടുത്തപ്പോ തന്നെ പത്യം പോയി. പത്യം പോകും. പക്ഷെ നമുക്ക് ഇപ്പാന്റെ ഇത് നിലനിർത്തണമെങ്കിൽ എന്താ പള്ളന്റെ ഉള്ളിൽ എത്തിച്ചണമെങ്കിൽ എന്നിട്ട് ഇന്നലെ ചെറിയപ്പനും കൊണ്ട് പോയി വാങ്ങിച്ചല്ലേ ഞാൻ എന്താ കാട്ട് ഞങ്ങളെല്ലാം എന്താ കാട്ട്. പിന്നെ നമ്മള് കെട്ടിച്ചോടത്തുനിന്നായാലും ഇറച്ചി മീനൊക്കെ തിന്നിന്. പിന്നെ അങ്ങനെ കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കെട്ടിച്ചോടത്ത് പോയി. ഇപ്പൊ ഞാൻ ചെറിയാപ്പൂനോടെ ആണെങ്കിൽ ഞാൻ അവിടെ തിന്നാണെങ്കിൽ ഇവിടെ തീയൂട്ട് ഇറച്ചി മീനൊന്നും പറഞ്ഞു പാടില്ല. ഇതുവരെ ഇമ്മിയും ഇപ്പിയും തൊട്ടിട്ടില്ല.
ഇന്ന് വരെ 10 മിനിറ്റ്. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് അത് തെറ്റിച്ചേണ്ടി വന്നു. എന്നാലും ഇപ്പാക്ക് കഞ്ഞി, കാരണം ഇപ്പാക്ക് ഇത് കൊയക്ക് വരാക്കണെങ്കിൽ മൂത്രത്തെ പൈപ്പ് അയിലാറുണ്ട്, അതിന്റെ മരുന്നും കൊടുക്കണം. മറ്റേ ഇത് പള്ളന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ, കൊടുത്തിട്ട് കുടിച്ചണില്ല, കയ്യില് തൊള്ളിക്ക് എത്തണില്ല. എന്നിട്ട് എന്താ പറയാ, ഈ ഒരു സ്റ്റീൽ കയ്യിൽ ഇങ്ങനെ കുടിച്ചാണെങ്കിൽ ഇതിപ്പോ കഞ്ഞിയൊക്കെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ നിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചണം ഇതിന്റെ ഉള്ളിൽ കൂടെ എന്താ ശരിക്കും പോവാന്ന്. നമുക്കിതിപ്പോ ഒരു വെള്ളം അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞ നൂൽപുട്ടും പുട്ടുമാണ്, ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയോ? കാരണം ഇന്നലെ ഞങ്ങൾക്ക് തെറ്റിച്ചേണ്ടി വന്നു. ഞാൻ എന്താ കഥാന്ന് അറിയില്ല. ഇനി അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നോടത്ത് വെച്ച് കാണാം. കാരണം ഞാൻ അവിടെ പോയിട്ട് കുറവ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മാറ്റമില്ലേനു. അത് വിചാരിച്ച് ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ ഞങ്ങൾ രണ്ടിന്റെ നടുവിലേന് കുറച്ചു നേരമൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആലോചന അവിടെ നിർത്തേണ്ടി വന്നു, വേറൊരു വഴി മുന്നിലില്ല. ഇഡലി രാവിലെ പുഴുങ്ങിയത് 2 or 3 ഉച്ചക്ക് പരാതി ഇല്ലട്ടോ, പരാതി. കഞ്ഞിട്ടപ്പോ കുടിച്ചാൻ പറ്റും അസിയെന്നാ ചോദിച്ചേ. അത് സാരല്ല, മനസ്സങ്ങൾ എന്തേലും ഒന്ന് പള്ളിക്കാക്കി നമ്മ പറഞ്ഞിട്ട്. കാരണം നമുക്ക് ഇപ്പത്തെ അവസ്ഥ അനുസരിച്ചങ്ങാണ്ട് നമുക്ക് അത് കൊടുക്കാതെ നിവർത്തില്ല. അപ്പൊ സിനു ഒക്കെ വിളിച്ച് ചീത്തണ്ട്, ഇപ്പാക്ക് തിന്നാതെ പട്ടിണിക്ക് ഇടണ്ടപ്പാനെ എല്ലാം വാങ്ങിക്കൊടുക്കി, പൂതിക്കനുസരിച്ച് വാങ്ങിക്കൊടുക്കുന്ന. അപ്പോൾ നമ്മൾ ചികിത്സക്ക് പോയിങ്ങാണ്ട് ഈ വീഴ്ച വീണിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പഥ്യം കുറച്ചു കാലം വരെ പോണം എന്നൊക്കെ വിചാരിച്ചു. പഠിച്ചോന്റെ എന്താ പറയാ, പഠിച്ചോന്റെ ഇതൊക്കെ ഇപ്പൊ അവിടെ എത്തി ഉഗണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം ചെറിയപ്പോ വന്ന ടൈമില് വടിക്ക് ഇപ്പൊ തെരഞ്ഞെടുക്കുകയാണ്, വടി വേണമെന്ന് വെച്ച് വടി കൊണ്ട അത് ഞമ്മ എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ വാച്ച് കാട്ടി എന്നിട്ട് പറകു നട്ടിന്ന് ഒരു വടി എടുത്ത് കൊണ്ടുപോകും. അത് അപ്പൊ നിങ്ങൾ വടി കൊടുക്കാന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പാക്ക് പോണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്താ എന്ത് വടിയായാലും വടിയില്ല, തുടപ്പിന്റെ വടി ഊരിയിട്ടായാലും ഇപ്പൊ പോകും. അപ്പൊ ഇപ്പാക്ക് പോണം. അപ്പം ഇങ്ങനെ കമന്റ് ഞാൻ പറഞ്ഞില്ല, മറ്റു വീട് കമന്റ് പിടിച്ചെടുക്കുന്ന ആളാണ് എന്നാ വടിയേറ്റ് പീപ്പിൾസ് വില്ലേജ് 1 റൗണ്ടല്ല 2 റൗണ്ടല്ല. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കാണ് ആ മാനാക്ക് ഉസാറായിക്കണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ നല്ല ചൊറുക്ക ചീനി കേട്ടോ, പോയാണ്ട് തടിയൊക്കെ പ്രത്യേക ഒരു ചൊറുക്ക. അപ്പൊ 1 റൗണ്ടല്ല 2 റൗണ്ടല്ല 3 റൗണ്ട് ചുറ്റിയിട്ട് 4ാം റൗണ്ട് പോയിട്ട് എല്ലാരും പറഞ്ഞു ഇങ്ങോട്ട് കേറിക്കളി. അന്ന് ഉമ്മമ്മ ഉണ്ട്, കേറ് മാനെ ഈ വിവരം ഞങ്ങൾ ഉമ്മമാനോട് പറഞ്ഞിട്ടില്ല. ആ റോട്ടിന്ന് നമ്മളെ തിണ്ടുമ്മക്കാണ്ട് കേറിയതാണ്. ആ തിണ്ടുമ്പന്ന് കേറിയോട് കൂടി ബേക്കാ തിണ്ടുമ്പോ ഒറ്റാട്ടി ഓളൊക്കെ റൂമൊക്കെ ഞാൻ ഇല്ലേന്നിട്ടോ. ഞാൻ കടന്നാർത്ത് അപ്പളാണ് ഇന്റെ ഒച്ചയിട്ടിട്ടാണ് ഓലപ്പ കണ്ണുറന്നത്. കണ്ണ് തുറന്നു നല്ല കൊയഞ്ഞ് കിടക്കാണ് അവിടെ. ഈ പല്ലും കടിച്ച് കിടക്കണം. ഉമ്മ നീപ്പിച്ച് വെള്ളമൊന്നും കൊടുത്തിട്ട് ഇപ്പൊ തൊള്ളോർക്കണില്ല. അവിടുത്തെ ചേച്ചിക്ക് പറഞ്ഞു ഇപ്പൊ തൊള്ളോർക്കില്ല, ഇപ്പൊ അന്ന് തുടങ്ങിയ പല്ലടിയാണ്. എന്താ പറയാ, ഇതൊക്കെയാണ് ഞങ്ങളെ ജീവിതം. ഇന്നത്തെ ജീവിതം ഇതാണെങ്കിൽ നാളെ വേറെ രീതിയില്, മറ്റന്നാ വേറെ രീതി. ഇപ്പൊ അങ്ങനെ മാറി. എന്താറിയോ, നമ്മള് എന്താ പറയാ, നമ്മള് ഇനി ഏത് കെട്ടിച്ചോടത്തായാലും നമ്മളെ ഫോണിന് ഏറ്റവും നല്ല ശ്രദ്ധ കൊടുക്കുക ഞങ്ങള് ഫോണിനെക്കാരം. ഇനി ഇവിടെ പൈസ കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇവിടെ റീചാർജ് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഉപ്പാന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും ഒരുങ്ങും. പണിയും കാര്യമൊക്കെ ഇതായി എപ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് പായണ്ടേ, എപ്പോഴും ആണെങ്കിൽ പായണം. അപ്പൊ ഇങ്ങോട്ട് പാഞ്ഞു വേണ്ട. അതുകൊണ്ട് അവിടുത്തോൽക്ക് ഒരു കുഴപ്പമില്ല, പനേറ്റ് പോവാട്ടോ. അപ്പൊ ഞങ്ങളെ അവസ്ഥ ഇതായതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയാലും വേറെ എല്ലാത്തിനും ഞങ്ങളില്ലോണ്ടും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചറിയുണ്ടാവും. ഓള് പള്ളിയിലായ മുതൽ, ഓള് കുട്ടിണ്ടായ മുതൽ ഇനി വണ്ടിപ്പായല് എന്നുള്ളതിൽ ഞാൻ തന്നെ കാരണം. ഇനി ഞാൻ ആദ്യം ചെറുതായ ടൈമില് എല്ലാ ഇതും ഓള് ഏറ്റെടുത്തത് ഓളേന്. ഇപ്പാനായിട്ട് മൊയിനിലാക്കായിട്ട് പെരിന്തൽമണ്ണ ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുവന്നീന് ഓളേന്. പോക്ക് വയ്യാത്ത അതാണ് ഞങ്ങള് രണ്ടാളും എന്താ പറയാ, ഒരാള് കുട്ടീനെ ഒച്ചേക്കുണ്ട്, ഒരാള് വേണം പായാന്. ഇനി ഇൻഷാല്ല ഷെഫീക്ക് മാർച്ചൊക്കെ ആകുമ്പോ വരണമെന്ന് അറിയണ്ട്. ഇന്നലത്തെ ഇതൊക്കെ കണ്ടപ്പോണ്ടല്ലോ ഓൻ അന്നലെ തന്നെ എന്താ പറയാ ഓനോട് എന്തേലും ഇത് അറിയിച്ചിട്ടുണ്ട്. പഠിച്ചോ വിചാരിച്ച് ഇന്നിപ്പോ ചെറിയൊരു മാറ്റം ഉണ്ട്. കാരണം ഞങ്ങൾ ഓനോട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയലില്ല. കാരണം ഓന ഇപ്പൊ അവിടെ ഭയങ്കര അറിയും. എന്തേലും ഉണ്ടോ പിന്നെ ഓന അറിയണ അവിടെ ഭയങ്കര തിരക്കുറിച്ച് പണിയാണ്. എത്രയോ തീയതി കൊണ്ട് 4 സ്ഥലത്ത് തോന്നെ അങ്ങനെ എന്തോ പറഞ്ഞു. പെരും പണിയാണ്. അപ്പൊ അതിന്റെ ആ പട്ടിപ്പണിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഇടങ്ങളും വിളിച്ചറിയുമ്പോ ഞങ്ങള് കൊറേ പറയലില്ല. കൊയിഞ്ഞാടിയിട്ട് മുറി അയക്കണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും ഇങ്ങനെ ഉണ്ടായിനി കുഴപ്പമെന്നാ പോകുമ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടീനി, എന്തിനാ എന്നോട് പറയാക്കണ്. ഒന്നും ഉണ്ടായോണ്ടല്ലേ നമ്മക്ക് ഇവിടെ ഇങ്ങനെ കരഞ്ഞിട്ടായാലും നമുക്ക് കണ്ണും നോക്കാനേ ഞങ്ങളേലുണ്ട്. ഊനെന്ന് പറയണെങ്കിൽ ഒരു മലയാളിമ്പാടല്ല റൂമിലടാ എന്റെ പെരിയത്ത് അതിങ്ങനെയാണ് എന്ന് പറയാന് ആരുമില്ല. അപ്പൊ എന്തായാലും നമ്മള് പഥ്യം തുടരാൻ നമുക്ക് താല്പര്യം ഉണ്ട്. ഇനി ഞങ്ങള്
ഇവിടെ വരുമ്പോ കൂട്ടൂലെങ്കിലും അങ്ങനെ ഉണ്ട്. പിന്നെ ഞമ്മൾക്ക് ഇറച്ചി മീന് വേണമെന്ന് ഞങ്ങൾ അങ്ങനെ ഇതായിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോ തിന്നൂന്നല്ല, ഇനി ഇവിടെ വരുമ്പോ ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ നിക്കല് കേട്ടോ. അങ്ങനത്തെ തിന്നാൻ ഇതല്ലേ ഇനി. പക്ഷെ ഉപ്പാന്റെ ഇന്നലത്തെ അവസ്ഥ കണ്ടപ്പോ ഞങ്ങൾക്ക് എന്താ എനിക്ക് പിന്നെ അമ്മായിൻ്റെോർന്നായാലും ഇവളോർന്നായാലും എന്റെ പെരീന്നായാലും കൊണ്ടേ കൊടുക്കും, വെച്ചുണ്ടാക്കി തരും ആടിന്റെ അങ്ങനെ അതൊക്കെ. പക്ഷെ ഇനി അത് നടക്കൂല, കാരണം ഉപ്പാക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം. ഇനി തിന്നാൻ കൊടുക്കണം. കാരണം ഉപ്പാക്ക് എന്താ പറയാ ഇന്നലത്തെ കണ്ടീഷനും കാര്യമൊക്കെ കുറച്ച് മോശേനി. എന്താ പറയാ ഞങ്ങള് കാട്ടി തരാന് ഷഫീഖിന് ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ ഇല്ലാത്ത ആള് വീഡിയോ കോള് വിളിച്ചിട്ട് ആ വർത്താനം അപ്പോന് ഒരു കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ പറയും ഇടങ്ങേറെ അടിച്ചുപ്പാൻ ഇങ്ങനെ കാണുമ്പോ അറിയുമ്പോ അതാണ് ഞങ്ങൾ വീഡിയോ കൂടെ എന്തായാലും കാണും, വീഡിയോ എന്തായാലും കാണും. പിന്നെ അതല്ല ഉപ്പാന്റെ അവസ്ഥ ഇങ്ങനെ നമുക്ക് ഇടാനൊരു ഇടങ്ങേറാണ്, കാരണം അങ്ങനെ നമുക്ക് അങ്ങനെ ഇങ്ങനെ കാട്ടിത്തരാന്നല്ലാതെ ഹോസ്പിറ്റൽ കേസും കാര്യം അങ്ങനെ ചില നേരത്ത് ഇപ്പൊ നല്ല ഉഷാറായിക്കാറ് കേട്ടോ. ചില നേരത്ത് ദിവസങ്ങൾ ഇങ്ങനെ പല പല സ്വഭാവം മാറ്റം അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ആദ്യമായിട്ടാണ് ആവണത്. വീണ്ടും പല വട്ട ബോധം പോയിക്കണ് ഇപ്പാന്റെ. സിമെന്റുമ്പോ പോയി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മരുന്നാണ് കൊയിഞ്ഞാടിയോണ്ട് ഇപ്പാക്ക് ഇപ്പാന്റെ അല്ലെങ്കിൽ പഠിച്ചു എപ്പോഴും ഇപ്പാക്ക് കാവലൊടുക്കലുണ്ട്. എങ്ങനെ കൊയിഞ്ഞാടാണെങ്കിലും ഇപ്പാന്റെ തല പൊന്തി കിടക്കും. ഈ കുട്ടികൾ അത് ഞങ്ങളെപ്പോഴും പറയട്ടെ പഠിച്ചോന്റെ കാവൽ തന്നെയാണ്. അത് നിസ്സാരാണ്. എത്ര ആൾക്കാരൊന്ന് വാർപ്പിന്റെ മേലിന്ന് വീണിട്ടോ മരത്തിന്റെ മേലിന്ന് വീണിട്ടോ എത്ര ആൾക്കാരെ കയ്യും കാലും ആയിക്കോട്ടെ അല്ലെങ്കിൽ മരിച്ച അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ പറയുന്നത് പടച്ചോന്റെ കാവല അത്ഭുതമാണ്. ആ ബുക്കിൽ എങ്ങനെ കണ്ടാലും ഇപ്പൊ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിന്നിട്ട് കടന്നിട്ട് ഈ തല എങ്ങനെ നിൽക്കും. ആ പടച്ചോന്റെ കാവലാണ്. കാലും പൊന്തും തലയും പൊന്തും. ആ പടച്ചോൻ കാക്കട അല്ലെങ്കിൽ പടച്ചോന്റെ കാവലില്ലാതെ ഇപ്പൊ എത്രയോ ബുക്കിൽ ഇപ്പാന്റെ മേല് നിങ്ങൾ ഇങ്ങനെ കണ്ടാണ്ടല്ലോ. എവിടെ മുറിയില്ലാത്ത എവിടെ തുന്നില്ലാത്ത ഞങ്ങൾ നോക്കാതിനെ ഞങ്ങൾ ശ്രദ്ധ കുറവുകൊണ്ട് ഒന്നുമല്ല. ഞങ്ങളെ കൊണ്ട് പറ്റണ അത്ര ഇമ്മാനെ ഞങ്ങൾ ഉമ്മാനെ സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോ ഞാൻ മനോടുമ്പ അങ്ങനെ എടുത്ത് പൊന്തിച്ച് നിങ്ങൾ ഉളുക്കി അലയാക്കാന്റെ ഊര് ഉളുക്കി എന്ന് പറയുമ്പോ നമ്മൾ ഉമ്മാനെ അത് പറിച്ചു ഒരു കരുത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളെ മാപ്പിളാർക്ക് വെജാതാവുമ്പോ നമുക്ക് പഠിച്ച ഒരു കഴിവിനെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി ഇല്ലാത്തോണ്ട് നമ്മൾ ആ ഒരു മാപ്പിളാരെ ഇതും പാടെ നമുക്ക് കിട്ടും. നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. എന്നാൽ തന്നെ ഞങ്ങൾ എങ്ങനെ കെട്ടിച്ചോടത്ത് പോയാലും ഇവിടെ ഞമ്മക്കിത് കെട്ടിച്ചപ്പോ വലിയ താല്പര്യമൊന്നും ഇല്ല ഇനിട്ടോ. എടുത്തേക്ക് ഇല്ല അറിയാലോ എടുത്ത് കെട്ടി. പക്ഷെ ഇത് കെട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥയും കാര്യമൊക്കെ വന്നപ്പോഴാണ് പഠിച്ചോനെ എടുത്തേക്ക് കെട്ടിച്ചോണ്ടില്ല ഗുണം. എപ്പോ ആണെങ്കിലും ഇനിയിപ്പോ ഞാൻ ആദൂനെ ഇവിടെ ഇനി എന്ത് അല്ലെങ്കിലോ ഇവിടെ പ്രശ്നം ഇല്ലെങ്കിൽ ആദൂനെ കൊണ്ടാക്കുമ്പോ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞക്കാരം വരും. അവിടെ പിന്നെ വേഗം പണി ചെയ്യും. അപ്പൊ ഇതിലിങ്ങനെ വന്നു ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്ന് ഞാൻ പോകും. പിന്നെ ഒന്ന് കൊണ്ടുവരാൻ നേരത്തുമാണെങ്കിൽ കാരണം ഇവിടെ വേറെ ഒരു നോട്ടം കിട്ടാനില്ല, നമ്മൾ തന്നെ മാണം. അപ്പൊ പണി അലയാക്ക മീൻതാല കൊണ്ടു നിൽക്കണേ. ഞാൻ അത് ഓക്കൊന്ന് വെച്ചെടുക്കണം. കാരണം ഓള് പെറ്റെടുക്കണോണ്ട് ഇതൊക്കെപ്പാടെ എന്താ അറിയോ ഉമ്മാക്ക് ഓളെ കാര്യത്തില് ഭയങ്കര ഇടങ്ങേറാണ്. ഉമ്മ എന്നിട്ട് ഇന്നലെ എന്താ അറിയോ വാപ്പാനെ ഞാന് നോക്കേണ്ടി വന്നത് പറഞ്ഞു. ഇപ്പൊ ആദ്യം കുറച്ചൊരു ഉസാറുണ്ടേനി, ആ നിലക്കാണെങ്കിൽ കുഴപ്പമില്ലേനി. ഞങ്ങളെന്താ അറിയോ ഒരാള് കരഞ്ഞ ഞങ്ങളെല്ലാരും കരയും. പക്ഷെ എത്ര ഇടങ്ങുണ്ട് ഞങ്ങളെ മുഖം ഇങ്ങനെ ചിരിച്ചുകൊണ്ടേക്കാറ്. ആ ഒരു സംഭവം ഇങ്ങളറിയണ്ടാവും സംനോറ. ഞാനെന്താ അറിയോ ഇന്റെ കെട്ടിച്ചോടത്ത് പോയ ഞാൻ ഇങ്ങനെ ചിരിയോ കലയോ ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം ഇവിടെ എന്താ വെച്ചാല് ഇവിടെ ഈറ്റങ്ങൾക്കൊക്കെ ഓരോ മൈൻഡാണ്. എന്നിട്ട് ഈറ്റങ്ങളെ ഇടയിൽ പൊട്ടത്തിയായിട്ട് അഭിനയിച്ച് ഈറ്റങ്ങൾ ചോദിച്ചു നോക്കി ഞാൻ ഈറ്റങ്ങൾ ഓരോ കോമാളിത്തരം കാട്ടി ചിരിപ്പിച്ച് ഞാൻ അങ്ങനെ നടക്കും. കാരണം എന്താ വെച്ചാല് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാ ഓക്ക് നേരിടാൻ കഴിയൂല, പേടിയാണ് എളുപ്പമുണ്ട്. ഞാൻ വേഗം കാര്യം. പക്ഷെ ഈറ്റങ്ങൾ ഇങ്ങനെ ഈ ചിരിപ്പിച്ച് കാരണം താത്താക്കായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, പെരിയിലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ മൈൻഡ് മാറ്റി ഇങ്ങനെ പൊട്ടി തെറിച്ച് ഇങ്ങനെ ഈറ്റങ്ങളടിയില്ല കേട്ടോ പൊട്ടത്തിയായി അങ്ങനെ നടക്കും. അതാണ് നിങ്ങൾക്ക് ഇന്റെ തൊള്ള അങ്ങനെ തോന്നി. അങ്ങനെ ആയോണ്ട് ഒരു ഇത് നമുക്കൊരു ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഓളപ്പം പോവുകയാണെങ്കിൽ എന്റെ ഉമ്മ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓളും പാടെ കാര്യം. ആ കുട്ടിനെ കൊണ്ടുപോകുമ്പോ ഉമ്മ അങ്ങനെ കാര്യം. അത് കണ്ടിട്ട് ഓള അങ്ങനെ കാര്യം. അതിനും വേണ്ടി നമ്മള് ഓളപ്പം ഇങ്ങനെ ഓരോ പൊട്ടത്തരം പറഞ്ഞ് ഓളെ ചിരിപ്പിച്ച് നടക്കുകയാണെങ്കിൽ ഓളെ മൈൻഡിന് അതൊരു മാറ്റക്കാലം. നമ്മൾ ഓളപ്പം കരയോ. പക്ഷെ ഇച്ചെന്തെങ്കിലും പ്രശ്നം വന്നാല് ഞാൻ മുന്നില് കാര്യം. ഇച്ചെന്തെങ്കിലും പ്രശ്നം വന്നാൽ അറിയോ ചെറിയാപ്പൂ ഇന്റെ ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര അല്ലാത്ത കുഴപ്പമൊന്നും അതാണ്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം കരിയോലച്ച് പിന്നെ ഇങ്ങനെ ബുഗലും കാര്യമൊക്കെ കാണുമ്പോഴേ ഞങ്ങളെന്താ അറിയാ നമ്മൾ ആദ്യേ മുതൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ 5 ആളാണ്. നിങ്ങൾക്ക് അറിയില്ലേ നമ്മള് കാക്കിയും കൂട്ടി നമ്മൾ 5 ആളാണ്. ഇത് ചിരിച്ചാണെങ്കിൽ എല്ലാവരും ഒപ്പം ചിരിച്ചു. ഇനി കരിയാണെങ്കിൽ നമ്മളെ ഉമ്മ തുടക്കം കൊടുത്തു. അതിന്റെ ബേക്കില് പിന്നെ ഓരോന്ന് അങ്ങനെ സ്റ്റാർട്ട് ആവല്ലോ തുടങ്ങും.
ഏട്ടൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടനെ വിശ്വസിച്ച അനിയനെ വിശ്വസിച്ചാൻ പറ്റൂല. ഏട്ടൻ നോക്കിനി, ഏട്ടൻ കൊട്ടി കൊടുക്കീനി. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ഒരാളെത്തിയേക്കുന്ന ഒരു റീലിനും വേണ്ടി വന്നാണ്. എന്താണ് ചെറിയപ്പോ വേഷം? എന്താ പൗഡറിനും ചെറുപ്പൊക്കെ പൗഡറുണ്ട്, ചീർപ്പുണ്ടേ. ആരെ തന്താ? അല്ല, ആരെ വാപ്പയായിട്ടാ? എന്റെ വാപ്പയായിട്ടേ. കൊറേ കാലം മാപ്പിളെ നടന്നില്ല, ഇനി നമുക്കൊരു വാപ്പയൊക്കെ നടന്നോക്കാം. വാപ്പയായിട്ട് നോക്കട്ടെ. നമുക്ക് ഇനി ചെറിയാപ്പൂന്റെ ലുക്കൊക്കെ മാറി ഒരു ബനിയനൊക്കെ ഇട്ട് ഈ കാണുന്ന ആളാവൂല. നിറച്ച് മുടിയുണ്ട്, അതൊക്കെ തേമ്പി വരുമ്പത്തിന്. നിങ്ങളോടെല്ലാരും ആദ്യം നിങ്ങൾ എന്തോയില യൂസ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു കൊടുത്താണ്? സീക്രട്ട് കുക്കനട്ടോ? സാധാ ആട്ടിയ വെളിച്ചെണ്ണ. അപ്പൊ ചെറിയാപ്പ തേക്കല്ല, അത് തേക്കലുണ്ട്. അഭിനയിക്കണം. ആക്ടിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ലോകം. അപ്പൊ ഇട്ട് കൊടുക്കട്ടെ.